കർത്താവായ യേശുക്രിസ്തുവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. इस सुंदर समय हमें मिलकर प्रभु के सम्मुख आने के लिए परमेश्वर ने प्रदान की. ഈ മനോഹരമായ നിമിഷത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം സഹായിച്ചല്ലോ. और एक बार ऑनलाइन और ऑफलाइन में जुड़े हुए आप सभी जनों को मसीही वंदना. ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനിലും ഓഫ്ലൈനുമായി കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് ക്രിസ്തീയ വന്ദനങ്ങൾ. हमारे प्रभु यीशु मसीह मुर्दों में से जिलाया गया सप्ताह का प्रथम दिन हमें परमेश्वर की उपस्थिति में आने के लिए परमेश्वर ने मदद किया. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഈ പുനരുത്ഥാനത്തിന്റെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. जैसे मैं हमेशा बोलता हूँ, आज का जैसा दिन हमारे लिए आशा दिलाने वाला दिन है. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ന് എന്ന ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ദിവസമാണ്. हर दिन चाहिए कम से कम आज का दिन वो याद करें. എല്ലാ ദിവസവും അത് വേണം, കുറഞ്ഞ പക്ഷം ഇന്നെങ്കിലും വേണം. क्योंकि हमारे प्रभु यीशु मसीह मुर्दों में से जिलाया गया है. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ്. वो भी वचन बताता है मुर्दों में से जी उठने वालों में वो पहला उठा है. ദൈവവചനം ഇപ്രകാരം പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യ ഫലമാണ് ക്രിസ്തു. वो प्रयोग बिल्कुल ध्यान देना, मरे हुओं में से जी उठना. ആ വാക്യം പ്രയോഗിക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. या मुर्दों का जी उठना भी है, मुर्दों के बीच में से जी उठना भी है. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള ഉയർത്തെഴുന്നേൽപ്പുണ്ട്. प्रभु यीशु मसीह मुर्दों में से जी उठा. യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാ. हमको क्या मिलेगा? നമുക്കെന്താണ് ലഭിക്കുന്നത്? मुर्दों के बीच में से जी उठना या मुर्दों के जी उठना? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണോ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണോ? वाला वाला जरे मुर्दों के बीच में से जी उठना हमको प्राप्त होगा या मुर्दों के जी उठना हमारे उम्मीद या आशा है? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണോ നമുക്ക് ലഭിക്കുന്നത്, അതോ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണോ? മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർപ്പാണോ നമുക്ക് ലഭിക്കുന്നത്, അതോ മരിച്ചവരുടെ ഉയർപ്പാണോ എന്നാ ചോദിച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്നോ? മരിച്ചവരുടെ. ओके फर्स्ट. हाँ जरूर हमें भी वही मृतकोत्थान मिलेगा जो मुर्दों के बीच में से हैं. തീർച്ചയായും നമുക്കും അതേ പുനരുത്ഥാനം ലഭിക്കും, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളത്. वो है पौलुस फिलिपियों 3 अध्याय में बोलता है, किसी भी तरह मैं मुर्दों के बीच में से जी उठने की पद तक पहुंचूं. അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചോടും. या 3 का शायद 11 वचन है, 10 है, ठीक है. तो मुर्दों के बीच में से जी उठना, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. समझ में नहीं आए जॉन? डाउट है? फर्क क्या है? मुर्दों के बीच में से जी उठने का मतलब सब लोग नहीं जी उठते हैं उस समय. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നാൽ എല്ലാവരും ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കില്ല. काफी लोग तब भी मुर्दे ही पड़े रहेंगे. അനേകം പ്രിയപ്പെട്ടവർ അന്നും മരിച്ചവരായി തന്നെ ഇരിക്കും. लेकिन मुर्दों के जी उठना, ओके मोले, मुर्दों के जी उठने का मतलब
उसके बाद कोई भी मुर्दे नहीं रहेंगे, सब के सब जी उठेंगे. മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് വെച്ചാൽ അതിനുശേഷമായി ആരും മരിച്ചവരായിരിക്കില്ല, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. इन दोनों के बीच में कम से कम मोटे हिसाब से 1000 साल का फर्क है. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും കുറഞ്ഞപക്ഷം 1000 വർഷത്തെ ഗ്യാപ്പുണ്ട്. हमारे रेवलेशन का क्लास सुनते तो समझ में आ जाता, वो नहीं चाहिए ना. तो प्रकाशित वाक्य 20वां अध्याय से तो प्रकाशित वाक्य 20वां अध्याय में वो बात लिखा हुआ है. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. अभी हमारे इवनिंग क्लास में हम वो अध्याय पढ़ रहे हैं. നമ്മുടെ വൈകുന്നേരത്തെ ദൈവവചന പഠനത്തിൽ ആ അധ്യായമാണ് ഇപ്പോൾ പഠിക്കുന്നത്. और ये जो मुर्दों के जी उठना, ये मोंटेसरी सेशन या केजी सेशन या प्राइमरी सेशन में आता है या यूनिवर्सिटी लेवल पे आता है. മരിച്ചവരുടെ പുനരുത്ഥാനം എന്നത് പ്രൈമറി വിദ്യാഭ്യാസത്തിൽ പെടുന്നതാണോ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ പെടുന്നതാണോ? हमारे मसीहियत के हिसाब से ये सारी बातों की पहचान, जानकारी पाना मसीहियत की प्रारंभ की शिक्षा है, नर्सरी शिक्षा है या कॉलेज लेवल का है. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഈ മരിച്ചവരുടെ പുനരുത്ഥാനം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മുടെ അടിസ്ഥാന ഉപദേശമാണോ അതോ വളർന്നു കഴിഞ്ഞിട്ടുള്ളതാണോ? प्रारंभ की शिक्षा है. ആരംഭത്തിലുള്ള പഠനങ്ങളാണത്. इब्रानियों 6 का 1 और 2. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. जवान पढ़ लो जोर से. नेक्स्ट पिच. Elementary principles of Christ. Yeah. Not laying again the foundation. Yeah, 6 foundational teachings are there. Which are they? Repentance. Yeah, read it. Faith towards God. Doctrines of baptisms. Of hands. Resurrection of the dead. And of eternal judgment. See, these are fundamental, foundational, elementary teachings. ये सब जो है प्रारंभ की शिक्षा है. ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളാണ്. लेकिन कई बार मसीहियों को इन प्रारंभ की शिक्षाएं भी मालूम नहीं है. എന്നാൽ അനേകം തവണ ക്രിസ്ത്യാനികൾക്ക് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും അറിയില്ല. हमारे बीच में ऐसा कोई भी न हो इन सारे प्रारंभिक शिक्षा नहीं मालूम हो. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാത്ത ആരും നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കാതിരിക്കും. इसीलिए मैं आपको अक्सर कहता हूं, डोंट बी जस्ट संडे क्रिश्चियंस. इसीलिए मैं कहता हूं कि हम केवल रविवारीय ഈസായി नहीं बने. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, ഞായറാഴ്ച മാത്രം കൂടുന്ന ക്രിസ്ത്യാനികളായി നാം തീരരുത്. लेकिन हम तो उसी से संतुष्ट हैं. എന്നാൽ നാം അതുകൊണ്ട് തൃപ്തരാണ്. ना हो. അങ്ങനെ ഉണ്ടാകരുത്. हमारे बीच में हमें हिंदी में मलयालम में होकर के एवरेज दिन में 2 मीटिंग के हिसाब से हैं हफ्ते में. നമ്മുടെ ഇടയിൽ ഹിന്ദിയിലും മലയാളത്തിലുമായി കുറഞ്ഞത് 2 മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും ഉണ്ട്. तो किसी किसी दिन 2 से ज्यादा मीटिंग, वो सब मिलाकर के मैंने बोला औसत में दिन में 2 मीटिंग के हिसाब से. ചില ദിവസങ്ങൾ 2-ൽ കൂടുതലുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞത് 2. तो परमेश्वर की वचन सीखने के लिए हमें अवसर है. ദൈവവചനം പഠിക്കുവാനായി നമുക്ക് അനേക അവസരങ്ങളുണ്ട്. और बपतिस्मा के बाद सबसे पहले क्या करना चाहिए जॉन? സ്നാനത്തിനു ശേഷം നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്?
नहीं तो सिमरन बोलेगी, नहीं तो हम दो जवान बैठे हैं। जॉन, रूफस, सैमुअल, जो बपतिस्मा लिए थे बाइबल में, सबसे पहला मसीही बपतिस्मा लिए थे, वे उसके तुरंत बाद क्या करने लगे? ആദ്യമായി ദൈവവചനത്തിൽ സ്നാനപ്പെട്ടവർ സ്നാനത്തിന് ശേഷം എന്താണ് ചെയ്തത്? ഏറ്റവും ആദ്യം ചെയ്തത് ജോൻ ജോ प्रेरितों से शिक्षा पाने लगे। एक्ट्स चैप्टर 2 वर्स 42। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യം। प्रेरितों के काम 2:42। उसे एक आयत ऊपर से पढ़ लो। जिन्होंने पतरस का वचन ग्रहण किया उन्होंने बपतिस्मा लिया। 3000 लोग बपतिस्मा लेकर कलीसिया से जुड़ गए थे। उसके बाद है 42। वे क्या करने लगे बपतिस्मा के बाद? 4 काम, 4 बात। पहला, प्रेरितों से शिक्षा पाने लगे। दूसरा, संगति रखने लगे। तीसरा, रोटी तोड़ने लगे। चौथा, प्रार्थना करने लगे। These were the practices of the early church। पहली सदी की कलीसिया की प्रथा ये 4 बात थी। प्रेरितों से शिक्षा पाना, संगति रखना, रोटी तोड़ना, प्रार्थना करना। ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ഉപദേശം, സ്നാനത്തിനു ശേഷം അവർ ചെയ്തു വന്നിരുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു। ये हमें भी चाहिए, ഇത് നമുക്കും ആവശ്യമാണ്। लेकिन उसी के लिए तो कलीसिया में बीच का मीटिंग रखते हैं। അതിനുവേണ്ടിയാണ് ഇട ദിവസങ്ങളിൽ സഭയിൽ മീറ്റിംഗ് വെക്കാറുള്ളത്। कैसे भी समय निकाल के हमें जाना है, എങ്ങനെയെങ്കിലും നാം സമയം കണ്ടെത്തി പോകേണ്ടത് ആവശ്യമാണ്। उसमें शामिल होना है, അതിൽ നമുക്ക് പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്। लेकिन हमारे पास समय हो तो भी हम उनमें शामिल नहीं होते हैं। നമ്മുടെ സമയമുണ്ടെങ്കിൽ പോലും നാം അതിൽ പങ്കെടുക്കാറില്ല। हमारी कलीसिया के ही कितने जवान लोग इन बाइबल क्लासों में अटेंड करते हैं? നമ്മുടെ ദൈവസഭയിലുള്ള എത്ര യുവജനങ്ങളാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ളത്? लगते ही नहीं हमें जरूरी है। നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നാറില്ല। उससे मैं काफी दुखी हूं आप लोगों के लिए, ഞാൻ അതിൽ വളരെ ദുഃഖിതനാണ്। जो लोग शामिल नहीं होते हैं ഇതിൽ പങ്കെടുക്കാത്തവരെ ഓർത്ത്। और जो लोग शामिल उस समय नहीं हो सकते हैं उनके लिए रिकॉर्डिंग्स अवेलेबल है। അപ്പോൾ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർക്കായി റെക്കോർഡിങ്സ് അതിലിടാറുണ്ട്। लेकिन वो भी उनको नहीं चाहिए, അതും അവർക്ക് വേണ്ട। ये आत्मिकता नहीं है, ഇതൊരിക്കലും ഒരു ആത്മീയതയുടെ ലക്ഷണമല്ല। ये आत्मिक आरोग्यता का निशान भी नहीं है। ആത്മീയമായി ആരോഗ്യം പ്രാപിച്ചതിന്റെ ലക്ഷണവുമല്ലത്। समझ रहे हो ना? तो ये एडमोनिशन शायद हमको अच्छा भी नहीं लगेगा, ഇങ്ങനെ പറയുന്ന ഒരുപക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കാം। लेकिन मुझ पर सौंपा गया ईश्वरीय जिम्मेदारी है। എന്നാൽ എന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ദൈവികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്। तो इसीलिए प्यारो, जो लोग शामिल नहीं होते हैं, इन बातों पर ध्यान नहीं देते हैं, परमेश्वर की वचन सीखने के लिए उत्सुक रहें। ആരും ജോയിൻ ചെയ്യാത്ത, ഇത് കേൾക്കാത്ത പ്രിയപ്പെട്ടവർ വരും ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഉത്സാഹമുള്ളവരായിരിക്കുക। तो वापस आते हैं, प्रभु यीशु मसीह जी उठा। कैसे जी उठा? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു। എങ്ങനെ? मुर्दों में से, മരിച്ചവരുടെ ഇടയിൽ നിന്ന്। प्रकाशित वाक्य 1:5 को पढ़ें। വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം। जी हाँ, देखा, बस उतना में काफी है। यीशु मसीह के बयान है,
वहां बताया है यीशु मसीह जो मरे हुओं में से जी उठने वालों में पहलौठा. അവിടെ പറയുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ. तो उसी तरह हम भी मुर्दों में से जी उठेंगे. അങ്ങനെ നാമും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. इसलिए पौलुस ने पहला थिस्सलुनी 4:16 में बताया यीशु मसीह आप स्वर्ग से उतरेगा. അതുകൊണ്ടാണ് പൗലോസ് 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന യേശു സ്വയം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും उस समय 3 बात होंगे. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. प्रभु के ललकार, ഗംഭീരനാദം, प्रधान दूत का शब्द, പ്രധാന ദൂതന്റെ ശബ്ദം, परमेश्वर की तुरही. ദൈവത്തിന്റെ കാഹളം. उस समय क्या होगा? അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? या those who dead in Christ will मसीह में मरे हुए पहले जी उठेंगे. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. अब प्रकाशित वाक्य 4:20 का 4 में चलिए. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. आगे, जब तक 1000 वर्ष पूरे नहीं हुए तब तक शेष मरे हुए न जी उठे. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. तो 1000 वर्ष से उसकी फर्क में मसीह की 1000 साल के राज्य से पहले जो जी उठना होगा, उस जी उठने का नाम है मरे हुओं में से जी उठना. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള ഉയർത്തെഴുന്നേൽപ്പിലാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എന്ന് പറയുന്നത്. Got it? तो इन दोनों मतलब, या अगला वचन भी पढ़िए, उसका दूसरे का नाम है धन्य और पवित्र वो है जो इस पहला पुनरुत्थान का भागी है. तो इसका दूसरा नाम क्या है? पहला पुनरुत्थान. ഇതിന്റെ രണ്ടാമത്തെ പേരാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. तो ये पहला पुनरुत्थान का नाम है क्या है? रिसरेक्शन फ्रॉम among the dead. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന്റെ പേരാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. तो हम लोग उसी की उम्मीद में हैं. നാം അതിന്റെ പ്രത്യാശയിലാണ്. हमें मुर्दों की जी उठने की उम्मीद नहीं है, മരിച്ചവരുടെ പുനരുത്ഥാനത്തിന്റെ ആശയല്ല നമുക്കുള്ളത്, परंतु मुर्दों में से जी उठने का. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന്റെ ആശ. ठीक है, तो उस आशा में हम निरंतर आगे बढ़ते जाएं, क्योंकि हमारे प्रभु यीशु मसीह मुर्दों में से जी उठने वालों में पहला फल है. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനിൽ ആദ്യജാതനാണ്. अब हम पढ़े वचन में वापस आएंगे. നാം വായിച്ച വേദവാക്യത്തിലേക്ക് തിരിച്ചു വരാം. जल्दी जाने के लिए मैं चाहूंगा. പെട്ടെന്ന് നമുക്ക് അവിടേക്ക് വരാം. हम लोग अभी मनन कर रहे हैं प्रभु यीशु मसीह की मैं हूं घोषणाएं. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഞാനാകുന്നു എന്നുള്ള ഘോഷണം. कौन सा घोषणा में हम हैं अभी? നാം ഏത് ഇതിലാണുള്ളത്? छठवा है ना? ആറാമത്തെ. कौन सा है? या सबको याद है ना? पूरा 6. बड़े बच्चों को भी, छोटे बच्चों को तो है ही, मैं उनसे पूछ ही रहता हूं. बड़े बच्चों को है याद? जोहान को याद है? 7 I am sayings. IIM जाएं तो भी हम छोड़ेंगे नहीं.
क्योंकि सबको कहाँ ले जाना है? प्रभु के पास। इसीलिए बिल्कुल हम लोग पीछे पड़े रहेंगे, ठीक है? तो यीशु मसीह ने मैं हूं करके कहा 7 बातों में से छठवा, यूहन्ना 14:6। ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിലെ 7 കാര്യങ്ങളിലെ 6-ാമത്തെ കാര്യത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജെറിനൊന്ന് വായിച്ചോ. जॉन 14:6। बाइबल पढ़ने का भी बात 1-2 लोगों को ठेका नहीं देना है, बाकी सबको भी पढ़ना है. या मार्ग, सत्य और जीवन मैं ही हूं. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. സ്തോത്രം. ഞാൻ തന്നെ या मैं ही हूं. उसमें हमने पिछले बार देखा था एक्सक्लूसिवनेस. मसीह को छोड़कर दूसरा कोई മാർഗ് ഹേ ഹി നഹി. കഴിഞ്ഞ പ്രാവശ്യം നാം കാണുകയുണ്ടായി, ക്രിസ്തുവിനെ കഴിഞ്ഞ് വേറെ ആരും വഴിയും സത്യവും ജീവനുമായിട്ടില്ല. യേശു ക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും. अक्सर हमारे देश में बोले जाने वाली एक बात है, भाई हर नदी समुद्र में पहुंच जाती है. നമ്മുടെ ഇടയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, എല്ലാ തോടും ഒഴുകി സമുദ്രത്തിലേക്കാണ് എത്തുന്നതെന്ന്. इसीलिए तुम उस मार्ग से जाओ, तुम ये नहर से जाओ, पहुंचेंगे समुद्र में, ब्रह्मा में हम विलय हो जाएंगे. അതുകൊണ്ട് ഏത് നദിയിൽ കൂടെ പോയാലും സമുദ്രത്തിലാണ് എത്തുന്നത്, നാം ബ്രഹ്മാവിൽ എത്തിച്ചേരുമെന്നാണ് അവർ പറയുന്നത്. दूसरा एक कहावत है, आप किसी भी मार्ग से जाओ भाई, हम सबका मंजिल एक ही है, सब वहीं पहुंचते हैं. വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയാലും നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാണെന്ന്. शायद तुम्हारा थोड़ा फास्ट गाड़ी होगा, हमारा थोड़ा स्लो गाड़ी होगा, लेकिन पहुंचेंगे वहीं. ചിലപ്പോൾ നിങ്ങളുടെ വാഹനം പെട്ടെന്ന് പോകുന്നതായിരിക്കും, എന്റേത് പതിയെ പോകുന്നതായിരിക്കും, പക്ഷെ എത്തേണ്ടത് ഒരേ സ്ഥാനത്താണ്. लेकिन उन बातों के खंडन करके मसीह यहां कहता है, ना 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 ना, परमेश्वर पिता की ओर पहुंचने का एकमात्र मार्ग मैं ही हूं. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ പറയുന്നു, പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള ഏക വഴി ഞാൻ തന്നെയാണ്. बिना मेरे कोई भी कहां नहीं पहुंचते, पिता के पास नहीं पहुंचते. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. उसमें हमने देखा था हमारे अल्टीमेट गोल ऑफ लाइफ, हमारे जिंदगी के परम उद्देश्य. അതിൽ നാം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം കാണുകയുണ്ടായി. क्या है? എന്താണ്? पिता के पास पहुंचना. പിതാവിന്റെ അടുക്കൽ എത്തുക. पिता कौन है? പിതാവ് ആരാണ്? सृजनहारा परमेश्वर, സൃഷ്ടികർത്താവായ ദൈവം, एकमात्र जीवित ईश्वर, ജീവിക്കുന്ന ഏക ദൈവം, एकमात्र सच्चा परमेश्वर. സത്യവാനായ ഏക ദൈവം. यूहन्ना 17:3 में लिखा है. യോഹന്നാൻ 17:3. तुझ एकमात्र सच्चे परमेश्वर को जाने. तो उसमें से हम वो एक फ्रेज प्रयोग ही लेते हैं, तुझ एकमात्र सच्चा परमेश्वर. ഏക സത്യ ദൈവമായ നീ. हमारे परमेश्वर एकमात्र परमेश्वर है. നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാണ്. सारे ब्रह्मांड में एक ही परमेश्वर है. മുഴുവൻ ലോകത്തിലും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. उस परमेश्वर के पास हमें पहुंचना है. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് എത്തേണ്ടതാണ്. उस परमेश्वर तक पहुंचने के लिए केवल एक ही मार्ग है. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ ഏക വഴിയേ ഉള്ളൂ. वो है यीशु मसीह. അതാണ് യേശുക്രിസ്തു. तो आज दूसरी बात को हम देखते हैं. यीशु मसीह कहता है, आई एम द ट्रूथ. ഇനി രണ്ടാമത്തെ കാര്യം ചിന്തിക്കാം, ഞാൻ സത്യം ആണ്. या मैं ही मार्ग सत्य हूं. ഞാൻ തന്നെ സത്യമാണ്.
भारतीय वेदों की व्याख्या है उपनिषद। ഭാരതത്തിലെ വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. उसमें ऐसा एक प्रार्थना है, അതിലൊരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്, हम सबको मालूम होंगे। നമുക്ക് എല്ലാവർക്കും അറിയാം. असतोमा सत्गमय, तमसोमा ज्योतिर्गमय, मृत्योर्मा अमृतम गमय। അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന്. ऋषि मुनिया शायद सदियों से दुआ करते थे। ഋഷിമാരും മുനിമാരും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. हम तमस में हैं, हम अंधकार में हैं, हमें ज्योति की ओर ले चलिए। നാം ഇരുട്ടിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമേ. हम असत्य में हैं, हमें सत्य की ओर ले चलिए। നാം അസത്യത്തിലാണ്, സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. हम मृत्यु की वश में हैं, हमें अमर्तता की ओर ले जाएं। ഞങ്ങൾ മരണത്തിന് അടിപ്പെട്ടവരാണ്, ഞങ്ങളെ ജീവനിലേക്ക് നടത്തണമേ. लेकिन किसी ने कोई जवाब कभी नहीं दिया। എന്നാൽ ആരും ഒരിക്കലും അതിന് മറുപടി കൊടുത്തില്ല. ये लोग अभी भी वो प्रार्थना को दोहराते हैं। ഈ പ്രിയപ്പെട്ടവർ ഇന്നും അതേ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. हमारी भारत में ये प्रार्थना आज भी गूंजती है। നമ്മുടെ ഭാരതത്തിൽ ഈ പ്രാർത്ഥന ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. लेकिन करीब 2000 साल पहले उन प्रार्थनाओं के उत्तर हमारे प्रभु मसीह ने दिया। എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രാർത്ഥനയുടെ മറുപടിയായി യേശു ക്രിസ്തു വന്നു. जो कोई भी अंधकार में है, आओ मेरे पास, क्योंकि मैं कौन हूं? आई एम द लाइट ऑफ द वर्ल्ड, मैं जगत की ज्योति हूं। ഇരുട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരിക, കാരണം ഞാൻ ജീവന്റെ വെളിച്ചം ആകുന്നു. जो मेरे पीछे चले वो कभी अंधियारा में नहीं रहेगा, वो हमने पढ़ ही लिया। എന്റെ പിന്നാലെ വരുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വസിക്കുകയില്ല, വെളിച്ചത്തിലായിരിക്കും എന്ന് നാം വായിക്കുകയുണ്ടായി. असत्य की जकड़ में फंसे हुए लोगों, आओ मैं तुम्हें सत्य की ओर ले चलूंगा। അസത്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജനമേ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുപോകാം. मसीह ने कहा, आई एम द ट्रूथ। യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ സത്യമാകുന്നു. आई एम द एब्सोल्यूट ट्रूथ, ഞാൻ- जो परम सच्चाई मैं ही हूं। ഞാൻ മാത്രമാണ് സത്യവാനായ ദൈവം. पढ़ बाइबल का परमेश्वर का एक दूसरा नाम है सत्य। ബൈബിളിലെ ദൈവത്തിന്റെ വേറൊരു പേരാണ് സത്യവാൻ. दोहराता हूं, बाइबल का परमेश्वर का एक नाम है सत्य। ഒരു പ്രാവശ്യം കൂടെ പറയാം, ബൈബിളിലെ ദൈവത്തിന്റെ ഒരു പേരാണ് സത്യം. हमारे परमेश्वर के कई एट्रीब्यूट्स, कई स्वभाव है। നമ്മുടെ ദൈവത്തിന് അനേക സ്വഭാവങ്ങളുണ്ട്. याद है? ഓർമ്മയുണ്ടോ? जवान को कुछ द एट्रीब्यूट्स ऑफ गॉड, बहुत पुरानी है। कितने थे, कुछ याद है? हम ट्रिनिटी के बारे में सीखे थे, उस समय की बात है। ത്രിയേക परमेश्वर के बारे में जब പഠിച്ച സമയത്ത് നാം അത് ചിന്തിക്കുകയുണ്ടായി. याद है कितने था? कितना लिखा है? उस समय हमने 21 या 22 को सीखे थे। നാം അന്ന് 22 കാര്യങ്ങൾ അതിൽ ചിന്തിക്കുകയുണ്ടായി. एट्रीब्यूट्स ऑफ गॉड, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ. उन बातों को हम खास 2 भागों में बांट सकते हैं। ആ കാര്യങ്ങളെ നമുക്ക് 2 ഭാഗങ്ങളിലായി തരംതിരിക്കാം. वो ऐसा है कि कुछ है परमेश्वर की मॉरल एट्रीब्यूट्स जो है, या इस प्रकार हम बोल सकते हैं कि परमेश्वर की नैतिक स्वभाव है, मॉरल एट्रीब्यूट्स। ഒരു ഭാഗം എന്നത് ദൈവത്തിന്റെ നൈതികമായ അല്ലെങ്കിൽ മൗലികമായ അല്ലെങ്കിൽ സാൻമാർഗികമായ സ്വഭാവങ്ങൾ. दूसरा है नॉर्मल एट्रीब्यूट्स, साधारण स्वभाव। രണ്ടാമത്തേത് സാധാരണമായ സ്വഭാവം. ठीक है ना? समझ में आ रहा है ना? परमेश्वर के स्वभाव, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, एट्रीब्यूट्स, परमेश्वर की गुण, ദൈവത്തിന്റെ ഗുണങ്ങൾ.
वो दो प्रकार के हैं। രണ്ട് ഭാഗമായി തിരിക്കാം. एक है साधारण ईश्वरीय स्वभाव ഒന്നാമത്തേത് സാധാരണമായി ദൈവത്തിലുള്ള സ്വഭാവവും और दूसरा ईश्वरीय नैतिक स्वभाव രണ്ടാമത്തേത് ദൈവത്തിൻ്റെതായ നൈതിക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായ സ്വഭാവങ്ങൾ. जैसे एक परमेश्वर की साधारण जो स्वभाव नॉर्मल एट्रीब्यूट्स में आता है, गॉड इज इटर्नल, परमेश्वर सनातन है. ദൈവത്തിന്റെ സാധാരണമായ സ്വഭാവത്തിൽ പെടുന്നതാണ് ദൈവം നിത്യനാണെന്നുള്ളത്. इम्यूटेबिलिटी, परमेश्वर की अविनाशी स्थिति, നശിക്കാത്ത ദൈവത്തിന്റെ നശിക്കാത്ത സ്ഥിതി, अनश्वरता, അനശ്വരമായ. परमेश्वर की ओमनीपोटेंस, परमेश्वर सर्वशक्तिमान है. സർവശക്തനായ ദൈവം. ये सब जो है परमेश्वर का साधारण स्वभाव है. ഇതെല്ലാം ദൈവത്തിന്റെ സാധാരണമായ സ്വഭാവമാണ്. लेकिन दूसरा है परमेश्वर की कैरेक्टर से, स्वभाव से जुड़ा हुआ स्वभाव या गुण. രണ്ടാമത്തേത് ദൈവത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. उसमें से एक है गॉड इज होली, गॉड इज ट्रूथ, सो ऑन. परमेश्वर सच्चा है. आज हम गाना भी तो गाए थे, यीशु सच्चा है. അതിലെ ഒന്നാണ് യേശു സത്യം ആണ് എന്നുള്ളത്. ഇന്ന് നാം യേശു സത്യമാണെന്നുള്ള പാട്ടും പാടുകയുണ്ടായി. तो परमेश्वर सच्चा है. ദൈവം സത്യമാണ്. बाइबल ये बात बताती है. ദൈവവചനം അത് നമ്മെ പഠിപ്പിക്കുന്നു. उसका मतलब है, कुछ वचन मैं आपके सामने रखूं ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. तो उसमें से आज हमने पढ़ा हुआ पहला यूहन्ना पहले अध्याय में से भी कुछ बात है. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. उसका 6वां पद को देखिए. 6-ാമത്തെ വാക്യം. परमेश्वर सच्चा है, परमेश्वर ज्योति है. ये सब बातें यूहन्ना इस अध्याय में बताता है. യോഹന്നാൻ ഈ അധ്യായത്തിൽ യേശുക്രിസ്തു സത്യമാണ്, വെളിച്ചമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. तो उसी से जुड़ा हुआ कुछ और वचन, परमेश्वर की वचन से कुछ बातें मैं लिख के रखा हूं, तो पूरा शायद बोलने के लिए हमारे पास में समय नहीं, इसीलिए मैं जल्दी कुछ बता के समाप्त करता हूं. और एक संदेश आप तक मुझे पहुंचाना है. അതിനോട് ചേർന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. प्रभु यीशु मसीह ने यूहन्ना 14:6 में बोला, मैं ही सत्य हूं. യേശുക്രിസ്തു യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ സത്യമാകുന്നു. मतलब he is the absolute truth. അതിന്റെ അർത്ഥം അവൻ മാത്രമാണ് സത്യം. और परम सच्चाई है. പരമമായ സത്യം അവനാണ്. और कोई भी नहीं है. വേറെ ആരും ഇല്ല. मसीह ने कहा और कुछ बात है. यूहन्ना ही 8:32. യേശുക്രിസ്തു പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. 8:32 जॉन. हाँ, तुम सत्य को जानोगे तो सत्य तुम्हें स्वतंत्र करेगा. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. तो यीशु मसीह यहां पर बता रहा है, सत्य क्या करता है? स्वतंत्र करता है. യേശുക്രിസ്തു ഇവിടെ പറയുന്നത് സത്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന്. സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു. उस समय उन लोगों ने बोला, हाँ, स्वतंत्र करने के लिए हम किसी के दास थोड़ी है. നാം സ്വതന്ത്രരാകാൻ നാം എന്തിനേലും ദാസരാകുന്നു? उन्होंने बोला कि हम तो अब्राहम के संतान है, कभी किसी की गुलामी में रहे ही नहीं. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമപ്പെട്ടിരുന്നിട്ടില്ല. लेकिन तब भी वे गुलाम थे. എന്നാൽ അപ്പോഴും അവർ അടിമകളായിരുന്നു. किसकी गुलामी में था जॉन? ആരുടെ? नहीं, वो तो बात की बात है, वो तो बहुत लंबा चला गया. रोमियों के. उस समय शासन किसका था? रोमियों का शासन. റോമ ഗവൺമെന്റിന്റെ അടിമത്വത്തിലായിരുന്നു. They were, even the Jews were in political slavery of or political bondage to Romans. लेकिन तब भी
उनकी जुए की नीचे दबे दबे भी वे कह रहे हैं कि हम कभी किसी की गुलाम नहीं हुए. റോമ സർക്കാരിന്റെ നുകത്തിൻ കീഴിലായിരുന്നിട്ടും അവർ പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും അടിമകളായിരുന്നില്ല എന്ന്. उसके बाद यीशु मसीह ने बोला जो पाप करता है वो पाप का दास है. അതിനുശേഷം യേശു ക്രിസ്തു പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന് ദാസൻ. यीशु मसीह ने कहा सत्य को तुम जानोगे वो सत्य तुम्हें स्वतंत्र करेगा. യേശു ക്രിസ്തു പറഞ്ഞു സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. तो सब मनुष्य कम से कम और भी है लेकिन कम से कम पाप की दासत्व में है. അനേകം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നാണ് എല്ലാ മനുഷ്യനും പാപത്തിന്റെ ദാസത്വത്തിൽ ആണ്. पाप की दासत्व से स्वतंत्र करने वाला कौन है? പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്ന വ്യക്തി ആരാണ്? यहां बताया है सत्य है. सत्य ഇവിടെ പറയുന്നത് സത്യം. अगर ऐसा है तो वो कौन है? वो सत्य कौन है जो मानव जाति को पाप की गुलामी से स्वतंत्र कर सकता है? അങ്ങനെയെങ്കിൽ മുഴുവൻ മാനവ സമൂഹത്തെയും പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുവിക്കുന്ന സത്യം ആരാണ്? सिर्फ यीशु मसीह ही है. യേശു ക്രിസ്തു മാത്രം. उस यीशु के पास आने का, उस यीशु को सत्य के तौर पर पहचानने का अनुग्रह परमेश्वर ने हमें दिया है. ആ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ആ യേശു ക്രിസ്തുവിനെ സത്യമായി മനസ്സിലാക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. हालेलुया. ये है हमारे धन्यता. ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ अब പ്രത്യാശ. 17 का 17 ഇപ്പോൾ 17:17 വായിക്കാം. सब यूहन्ना है. ठीक है. 17 का 17 17 अन्य पढ़ लो. हाँ, किसका वचन? मेरा वचन, तेरा वचन. यहां पर सत्य के तौर पर किसे बताया है? परमेश्वर की वचन को. ഇവിടെ സത്യം എന്നത് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ്. प्रभु यीशु मसीह भी वचन है. യേശു ക്രിസ്തു തന്നെയാണ് വചനം. यीशु मसीह कौन सा वचन है? हाँ, याद है ना? जीवित वचन है. യേശു ക്രിസ്തു ജീവനുള്ള വചനമാണ്. वचन की कितना रूप हमें याद है? कृपा, वचन का कितना रूप? 3 है कि 4 है? कौन कौन सा है? अभी तो एक बोलेगी. ठीक है. हाँ. ठीक है. मौखिक वचन, लिखित वचन, देहधारी वचन. പറയപ്പെട്ട വചനം, എഴുതപ്പെട്ട വചനം, ശരീരമായി വന്ന വചനം. वो शरीरधारी वचन के लिए यूहन्ना पहला यूहन्ना, आज हमने पढ़ा वचन में लिखा है जीवित वचन. അങ്ങനെ ശരീരത്തിൽ വന്നതായ വചനത്തെയാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് ജീവനുള്ള വചനമെന്ന്. पहला वचन, पहला अध्याय, पहला वचन 1 जॉन 1:1. 1 യോഹന്നാൻ 1:1. बस जीवन की वचन के विषय में वो है यीशु मसीह. ജീവനുള്ള വചനം, അതാണ് യേശു ക്രിസ്തു. यीशु मसीह ने यूहन्ना 17:17 में कहा परमेश्वर आपका वचन सत्य है. യോഹന്നാൻ 17:17 പറഞ്ഞു ദൈവമേ അങ്ങയുടെ വചനം സത്യമാകുന്നു. तो यूहन्ना 8:32 में सत्य मनुष्य को पाप की बंधन से आजाद करता है. യോഹന്നാൻ 8:32 സത്യം എന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. अब यहां पर यूहन्ना 17:17 में वचन लोगों को पवित्र करता है. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17:17 വചനം ജനത്തെ ശുദ്ധീകരിക്കുന്നു. और यूहन्ना 1:14 में हम चले, യോഹന്നാൻ 1:14 നമുക്ക് या പോകാം. 1:14 जॉन. कौन सा पढ़ा आपने?
क्या समझ में आया? हाँ, पढ़ो. The word became flesh and dwelt among us. How? Filled with glory and truth. अनुग्रह और सच्चाई से परिपूर्ण होकर देहधारी वचन यानी यीशु मसीह हमारे बीच में डेरा किया. ജഡമായി തീർന്ന വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. तो सत्य से भरा हुआ सत्य ही होकर हमारे बीच में डेरा किया हुआ है प्रभु यीशु. സത്യത്താൽ നിറഞ്ഞവനും സത്യമായും നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് യേശു ക്രിസ്തു. Jesus was the embodiment of the absolute truth. जो परम सच्चाई की शरीर धारण था यीशु मसीह. പരമമായ സത്യത്തിന്റെ ശരീരരൂപത്തിൽ വന്ന വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. उतना ही नहीं, 18 का 37 भी पढ़िए. 18:37. 18:37. यीशु मसीह पिलातू से कहता है मैं इसीलिए जन्म लिया, हाँ, सत्य की गवाही दूं. आगे हाँ, सुनता है. हाँ, पिलातूस ने यीशु मसीह से पूछा सत्य क्या है, पता ही नहीं. लेकिन सत्य शरीर धारण करके उसके सामने खड़ा है, मगर वो उसे पहचान नहीं पाया. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു സത്യം എന്നാൽ എന്താണെന്ന്. സത്യം ശരീരത്തിൽ വന്നവനായി പീലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ടും അതിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തവനായി നിൽക്കുന്നു. मसीह ने कहा मैं सत्य की गवाही देने आया हूं. യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നവനാണെന്ന്. तो प्यारो, हमारे प्रभु यीशु मसीह सच्चा है. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു ക്രിസ്തു സത്യമാണ്. केवल सच्चा ही नहीं, वो ही सत्य है. കേവലം സത്യം എന്നുള്ളത് മാത്രമല്ല, അവൻ മാത്രമാണ് സത്യം. यीशु मसीह सच्चा है. ही इज ट्रू. सच्चा है. യേശു ക്രിസ്തു സത്യമാണ്, സത്യവാനാണ്. यीशु मसीह सच्चा है, യേശു ക്രിസ്തു സത്യവാനാണ്. लेकिन उससे बढ़कर यीशु मसीह सच्चा सत्य है. അതിനേക്കാൾ ഉപരിയായി യേശു ക്രിസ്തു എന്നത് സത്യമാണ്. സത്യവാനാണ്, പോരാ സത്യമാണ്. तीसरी बात, यीशु ही सत्य है. മൂന്നാമത്തെ കാര്യം, യേശു മാത്രമാണ് സത്യം. समझ में आ रहा ना? यीशु सच्चा है मतलब वो झूठ नहीं बोलता. യേശു സത്യം എന്ന് പറഞ്ഞാൽ കള്ളം പറയുകയില്ല. यीशु मसीह सत्य है बोले तो यीशु वो सच्चाई का सोर्स है. दैट मीन्स ट्रूथ proceeds from the person of Jesus. सच्चाई यीशु मसीह की आस्तिकता से, व्यक्तित्व से निकलता है. യേശു ക്രിസ്തു സത്യവാൻ എന്ന് പറഞ്ഞാൽ സത്യം എന്നത് അവനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. समझ में आ रहा ना? और दूसरा कोई है ही नहीं. വേറെ ആരും ഇല്ല. एक और बात बोल के आज मैं समाप्त करता हूं. समय लाल बत्ती दिखा रही है. तो ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. सत्य का अगला मतलब है इम्यूटेबल, की अविनाशी, अनचेंजेबल, न बदलने वाला. സത്യത്തിന്റെ അടുത്ത അർത്ഥമാണ് ഒരിക്കലും മാറാത്തവൻ എന്നുള്ളത്. ये जो अन्नू जॉन के चर्च में एक अंकल था, चाको अंकल, वो बोलता था हमारे जैसे पूरा बाल गया था, गंजा था. वो बोलता था पास्टर साहब
कुछ भी याद नहीं रहता है। അന്നുവിൻ്റെയും ജോണിൻ്റെയും ചർച്ചിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ എപ്പോഴും പറയുമായിരുന്നു, പാസ്റ്റർ എനിക്ക് ഒന്നും ഓർമ്മയിരിക്കുകയില്ല. पिछले हफ्ता जहाँ मैं मीटिंग में गया वहाँ मुझे ले आने आया एक अंकल से मिला। കഴിഞ്ഞയാഴ്ച ഞാൻ കൂട്ടായ്മയ്ക്കായി പോയ സഭയിൽ നിന്ന് എന്നെ കൊണ്ടുപോകാനായി ഒരു അങ്കിൾ വന്നു. तो वो कार लेके आया था, मैं बैठकर सीट बेल्ट डाला तो उन्होंने कार बीच रास्ते में रोक करके बोला, पास्टर साहब मुझे बहुत भूलने की बात है, मैं हमेशा भूल जाता हूँ बेल्ट लगाना और 2 बार फाइन भी मार चुका फिर भी याद नहीं आता है। ഞാൻ വാഹനത്തിലേക്ക് കയറി പെട്ടെന്ന് ബെൽറ്റ് ഇട്ടു. അതുകൊണ്ടുകൊണ്ട് ആ വ്യക്തി റോഡിൻ്റെ നടുക്ക് തന്നെ വാഹനം നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഈ ബെൽറ്റ് ഇടാനായിട്ട് മറന്നുപോകും, അതുകൊണ്ട് 2 പ്രാവശ്യം പിഴ അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട്. जब भी वो मुझे ले आने आया था वो मैं बोलता था बेल्ट लगा लो, ओ पास्टर साहब भूल गया। എപ്പോൾ കൊണ്ടുപോകാനായി വന്നാലും ഞാൻ പറയുമായിരുന്നു, ബെൽറ്റ് ഇടുക, ഞാൻ മറന്നു പോകുമെന്ന് ആ മനുഷ്യൻ പറയും. आखिरी में उन्होंने बोला कि पास्टर साहब मैं एक बार डॉक्टर के पास गया, वैसे और किसी काम के लिए गया था, तो मैंने उनको बोला डॉक्टर साहब मुझे बहुत भूलने की आदत है, कुछ दवा है तो दे दो। ആ വ്യക്തി ഒരു പ്രാവശ്യം വൈദ്യനെ കാണുവാനായി പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് മറന്നു പോകുന്ന അസുഖമുണ്ടെന്ന്, दवा चाहिए, മരുന്ന് വേണം അതിന്. डॉक्टर ने दवा दे दिया, ഡോക്ടർ മരുന്ന് കൊടുത്തു. लेकिन ये भाई साहब ने बोला पास्टर जी क्या बोले, मैं तो दवा खाना भूल जाता हूँ। ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ആ മരുന്ന് കഴിക്കുവാൻ പോലും മറന്നുപോകും. यही है, तो उसी तरह हमारे अंकल बोलता था भूल जाता हूँ सब कुछ। അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അങ്കിൾ പറയുന്നത്, എല്ലാം മറന്നുപോകും. लेकिन उन्होंने एक बात कहा, എന്നാൽ അങ്കിൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, लेकिन पास्टर एक बात है कि मुझे मैं ना झूठ नहीं बोलता हूं तो मुझे कुछ याद रखने की जरूरत नहीं पड़ता पिछले बार क्या बोला था करके, इसलिए जब भी पूछो जो मैं बोलता हूं वो सच्ची रहता है, इसलिए मुझे भूल की वजह से भी कोई ज्यादा तकलीफ नहीं है। കള്ളം പറയാത്തത് കൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് രണ്ടാമത് ചോദിച്ചാലും പറയുവാൻ എനിക്ക് ധൈര്യമായി കഴിയും. കാരണം ആ കാര്യം തന്നെയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. लेकिन जो झूठ बोलते हैं तभी तो याद करके रखना पड़ता है, क्योंकि वो झूठ है बदलता रहता है। കള്ളം പറയുന്നവർക്കാണ് പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതായി വരുന്നത്, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. हमारे एक सर बोलता था बच्चों झूठ एक पैर वाला है। ഞങ്ങളുടെ ഒരു അധ്യാപകൻ പറയുമായിരുന്നു, കള്ളം എന്നത് ഒറ്റക്കാലനാണെന്ന്. वो एक ही पैर वाला है तो एक पैर में खड़ा नहीं रह सकता, ഒരു കാല് ഉള്ളവനായതുകൊണ്ട് ഒരേ കാലിൽ തന്നെ നിൽക്കുവാൻ കഴിയില്ല. इसीलिए उसको दूसरा सपोर्ट देते हैं, എന്ന് അതിനുവേണ്ടി അവൻ വേറെ ഒരു സപ്പോർട്ട് ആ കാലിന് കൊടുക്കും. तो लंगड़ा बन जाता है वो, മുടന്തനായിത്തീരും. क्योंकि दोनों पैर 2 नाप का है। 2 കാലും 2 അളവുള്ളതാണ്. उसको कितना भी सपोर्ट दे दो, कितना भी पैर लगा लो तो भी वो सीधे खड़ा नहीं रह सकता, इसीलिए ये बदलता रहता है। എത്ര തന്നെ സപ്പോർട്ട് കൊടുത്താലും അത് നേരെ നിൽക്കുകയില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. लेकिन सच्चाई എന്നാൽ സത്യം എന്നതോ कभी भी नहीं बदलता, ഒരിക്കലും മാറുകയില്ല. युग युग बदल जाए, നൂറ്റാണ്ടുകൾ മാറിയാലും, हाँ मौसम बदल जाए, കാലാവസ്ഥ മാറിയാലും, प्यारो सरकार बदल जाए, സർക്കാർ മാറിയാലും, लेकिन जो सत्य है वो कभी बदलता नहीं। സത്യം എന്നത് ഒരിക്കലും മാറുന്നില്ല. मसीह ने कहा मैं सत्य हूं, ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ സത്യമാണെന്ന്. बाइबल का परमेश्वर सत्य है, ബൈബിളിലെ ദൈവം സത്യമാണ്. क्योंकि वो आज कल और युगान युग तक एक सा रहने वाला है। ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. उसमें किसी प्रकार के भी बदलाहट नहीं है, അതിൽ ഒരു രീതിയിലുമുള്ള വ്യത്യാസങ്ങളില്ല. वो सच्चा कभी न बदलने वाला प्रभु हमारे परमेश्वर बना, वही हमारे हाथों को थामा है, तो हमारी जिंदगी की हर परेशानियों में, हर समस्याओं में बेफिक्र हम उस पर भरोसा रखते हुए आगे जिंदगी बिता सकेंगे। ഒരിക്കലും മാറാത്തവനായ ആ സത്യവാനായ ദൈവമാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ നടുവിലും നമ്മെ കരം പിടിച്ച് നടത്തുന്നവനായ ദൈവമാണ്. वो हमें अपने अंतिम मंजिल तक पहुंचा सकेगा। നമ്മുടെ ആ ദൈവം തന്നെ നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും
എത്തിക്കും. बाकी हम अगले हफ्ता प्रभु चाहे तो देखेंगे. ശേഷമുള്ള ഭാഗം അടുത്തയാഴ്ച നമുക്ക് ചിന്തിക്കാം. मसीह ने कहा मार्ग सत्य और जीवन मैं ही हूं. വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. अगर हमें सुनने वाले कोई भी, बाद में भी सुनने वाले कोई भी अब तक की सच्चाई को नहीं पहचाना, सत्य की खोज में है, कहीं नहीं जाना, यीशु आपके पास है, मसीह को ग्रहण करें, आप सत्य की मार्ग पर चलोगे. എന്നെ കേൾക്കുന്നവരും പിന്നീട് എന്നെ കേൾക്കുന്നവരുമായ എല്ലാവരും ഈ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുക്കൽ യേശുക്രിസ്തു എന്ന ഈ സത്യം വന്നു, നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ പോകുക. परमेश्वर इन वचनों के द्वारा हमें आशीष दे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.